നാടിനെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ മോഷണക്കേസിലെ പ്രതിയെ മികവുറ്റ അന്വേഷണത്തിലൂടെയാണ് ചേവായൂർ പോലീസ് പിടികൂടിയത്. സെപ്റ്റംബർ 28 പുലർച്ചെയാണ് കോഴിക്കോട് ചേവരമ്പലം സൗഹൃദ റെസിഡൻസിയിലെ താമസക്കാരിയായ മെഡിക്കൽ കോളേജ് അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ഗായത്രിയുടെ വീട്ടിൽ മോഷണം നടന്നത്. മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 45 പവനോളം സ്വർണ്ണാഭരണങ്ങളും 10,000 രൂപയുമാണ് മോഷണം പോയത്. ഡോക്ടറും കുടുംബവും സെപ്റ്റംബർ 11 വീട് പൂട്ടി തിരുവനന്തപുരത്ത് പോയി തിരിച്ചെത്തിയ സമയത്താണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബംഗാൾ സ്വദേശി തപസ് കുമാർ സാഹയെ ബംഗാളിലെത്തി ചേവായൂർ പോലീസ് പിടികൂടിയത്. ഇവൻ ആളൊഴിഞ്ഞ വീടുകൾ നോക്കി കണ്ടുവെക്കുകയും നേരത്തെ തന്നെ വന്ന് ആ വീടിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ ആളൊഴിഞ്ഞ മറ്റേതെങ്കിലും വീടുകളിൽ നിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവൻ്റെ മുടക്ക്. അങ്ങനെ നിന്ന് ഇവൻ്റെ വീട് വാതിൽ പൊളിച്ച് അകത്ത് കയറി ആ വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിക്കുക ചെയ്തത്. ആകെ ഒരു കേസ് മാത്രമാണ് ഇവൻ ട്രെയിനിൽ വന്ന് ഇവിടെ ചെയ്ത് പോയത്. ആ ഒരു കേസാണെങ്കിലും ആ ഒരു കേസ് ബംഗാളിൽ പോയി പിടിക്കാൻ വേണ്ടി കേരള പോലീസിനെ പറ്റി, കോഴിക്കോട് സിറ്റി പോലീസിനെ പറ്റി, ഞങ്ങളുടെ ടീമിനെ പറ്റി ഞങ്ങളുടെ അതിൻ്റെ അഭിമാനത്തിലാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ പോക്കുവരവുകൾ മനസ്സിലാക്കിയ പോലീസ് സൈബർ സെല്ലുമായി ചേർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിൽ നിന്നും പ്രതിയെപ്പറ്റിയും ഇയാൾ ബംഗാൾ സ്വദേശിയാണെന്നും മനസ്സിലാക്കുകയായിരുന്നു. അന്വേഷണ സംഘം പ്രതി വെസ്റ്റ് ബംഗാളിലെ റാൻഗഡ് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വിമാനമാർഗം അവിടേക്കെത്തി. റാൻഗഡ് പോലീസിന്റെ സഹായത്തോടെ പ്രതിയുടെ താമസ സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഇവൻ്റെ ചില മോഡസ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം വേണ്ടി വന്നു. ശരിക്കും അരിച്ചു പെറുക്കുന്ന രീതി നോക്കിയപ്പോൾ ഒരു ഞങ്ങൾക്ക് കിട്ടേണ്ടായി. ഇത് ഒരാൾ നടന്നു വന്ന് ചെയ്തു പോയ ഒഫൻസാണ്. അയാൾ തിരിച്ചു പോയിരിക്കുന്ന റൂട്ട് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ആ റൂട്ട് മനസ്സിലായാൽ കുറച്ച് നേരം ആ ഗ്യാപ്പ് എവിടെ പോയതായിരിക്കാം എന്ന അന്വേഷണത്തിൽ ചില വഴികൾ ഞങ്ങൾക്ക് കിട്ടി. അതിൽ നിന്നും ഇയാളുടെ രൂപസാദൃശ്യമുള്ള ആളുടെ ഫോട്ടോ നമുക്ക് ലഭിക്കേണ്ടായി. അയാളുടെ അഡ്രസ് ഡീറ്റെയിൽ എടുത്തപ്പം അയാൾ ബംഗ്ലാദേശിലേക്ക് കിടക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടൊരു വിവരം കിട്ടി. നമ്മൾ നേരെ ബംഗാളിലുള്ള അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടു കൂടി അവനെ ഡീറ്റെയിൻ ചെയ്തു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആദ്യം നിഷേധിച്ചിരിക്കും. ഞങ്ങളുടെ തെളിവുകൾ മുഴുവൻ അവനെ ഹാജരാക്കിയപ്പം അവന് സമ്മതിക്കേണ്ടി വന്നു. സമ്മതിച്ചതിൽ നിന്ന് ഒരു 12 പവനോളം ഗോൾഡ് റിക്കവറി കിട്ടി. പ്രതിയായ തപസ് കുമാർ സാഹ ഹെറോയിൻ, കൊക്കൈൻ തുടങ്ങി മാരക മയക്കുമരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ്. ഇയാൾക്ക് ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി മോഷണ കേസുകളും മയക്കുമരുന്ന് കേസുകളും നിലവിലുണ്ട്. ട്രെയിൻ മാർഗം ഒറ്റയ്ക്ക് സഞ്ചരിച്ച് മോഷണം നടത്തി അന്നു തന്നെ തിരിച്ചു പോകുന്നതാണ് പ്രതിയുടെ മോഷണ രീതി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.